ഇത് FIR ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യ ഭാര്യ രംഗത്ത് എന്തിനാ രംഗത്ത് അനീഷ് വിവാഹം ചെയ്തിട്ടില്ല. ഇവള് വേറെ വിഭാഗം ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആദ്യഭാര്യോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ ഒന്നും അവരൊന്നും ഇതിൽ വലിച്ചടക്കുന്ന കാര്യം. അനീഷിന് ഏതെങ്കിലും ഒരു കോണില് അവനെ മനസ്സിലാക്കി അവൻ ഇന്നതാണ്, അവനൊരു സാധാരണക്കാരനാണ്, അതോടുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി അനീഷിന് കിട്ടട്ടെ. അത് തേടി വരും. അവർ സാധാരണക്കാരൻ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോകണ്ടെങ്കിൽ അവർ ഗെയിം കളിക്കരുത്, ഒരു പാവേനെ കൊണ്ടുപോവുക, അവിടെ ഇവിടെ പറയുന്നത് അങ്ങോട്ട് കൊടുക്കുക, അടുക്കളയിൽ പോയി തല്ലുണ്ടാക്കുക, എന്നിട്ട് വന്നിരുന്ന് കരയാം. അവർക്ക് കപ്പ് ഉറപ്പാണ്. സ്വന്തം പിതാവിനെയും മാതാവിനെയും തള്ളിക്കളഞ്ഞ വ്യക്തികളാണ്. പിന്നെ ഇവർക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സാധാരണക്കാരന്റെ നെഞ്ഞത്ത് കയറാൻ എളുപ്പമാണ്. പിന്നെ ഈ കണ്ട ആൾക്കാരൊക്കെ ഗ്രൂപ്പീസം പാവാടവളികളായിട്ട് കളിച്ചപ്പം അനീഷ് ഒറ്റക്കൊമ്പനായി നിന്നില്ലേ? ആദില എന്ന് പറഞ്ഞ പെണ്ണ് എന്നെ 50 ദിവസം തേങ്ങയ്ക്കുള്ള പുറത്താക്കേണ്ടതാണ്. അവസാനം അവിടെ എന്ത് കളി കളിച്ചത്? പിന്നെ എല്ലാ വേട്ടാളിമാരെയും ഇങ്ങോട്ട് കടത്തി, പോയവരൊക്കെ ഇങ്ങോട്ട് കടത്തി. എന്നിട്ട് എന്തിട്ട് അവിടെ കാണിക്കുന്നവര് ഈ പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നില്ലേ? അപ്പൊ അങ്ങനെ കുറെ അവാർഡുകൾ അവന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ കപ്പ് ഉയർത്തുന്നത് ആർക്കെങ്കിലും അവർ ഉയർത്തിയോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലെ ഈ മലയാളി പ്രേക്ഷകരുടെ നെഞ്ചിലേറ്റി കഴിഞ്ഞു അനീഷ് കഴിഞ്ഞു. പിന്നെ എന്താ പറയണത്, ഞങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാരെ മുഴുവൻ എല്ലാ ജനങ്ങളും മലയാളികളും ഒക്കെ പോട്ടന്മാരാക്കി. ഇപ്പൊ എത്രയെന്നുള്ളത് പറഞ്ഞാൽ ഇവള് പറഞ്ഞു 1 ലക്ഷം കൊടുത്തിട്ടുണ്ട്. വിനു പറഞ്ഞു എനിക്ക് തന്ന ഫണ്ട് ഇതാന്ന് PR. അച്ഛൻ പറഞ്ഞു ഞങ്ങൾ 1 രൂപ കൊടുത്തുള്ളതാണ്. ചേച്ചി പറഞ്ഞു കിട്ടാത്ത മുന്തിരി കഴിയുന്നതോ കുളിക്കുന്നു പറയുന്നു. ആര് പറഞ്ഞതൊക്കെ വിശ്വസിക്കുക? ഏത് ഫീൽഡിലും ഏത് മേഖലയിലായാലും കളിച്ചു നേടുന്നവൻ അല്ലെങ്കിൽ പരീക്ഷ എഴുതി ജയിക്കുന്നവന് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ ഷോ നിർത്തി വയ്ക്കാൻ പറയാം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാധാരണക്കാരായിട്ട് അവൻ വന്നു 100 ദിവസം അവൻ നിന്നു. ഒരു പെൺകുട്ടീനെ കെട്ടിച്ച് കൊടുത്ത് ഇത്രയും പോരുകൾ സഹിക്കേണ്ടി വരില്ല. അതിൽ അക്രമം പോരുക അവൻ സഹിച്ചിട്ടുണ്ട്. അപ്പൊ അവന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ സാറിലേട്ടാ പോട്ടേട്ടാ അവരെ ചേർത്ത് പിടിക്കൽ അന്വേഷിച്ച് ചെയ്തിട്ടുള്ളൂ. അവളാണ് ലവും കാണിച്ച് പ്രൈസ് കീസും കൊടുത്ത് പാലും കൊടുത്ത് ഊട്ടി അവളാണ് തുടക്കട്ടത്. അനീഷ് അന്ന് ഇവളെല്ലാവരും ഒറ്റപ്പെടുത്തിയോളോ അനുമോളെ ചേർത്ത് പിടിച്ചതാണ് അനീഷ്. അതൊരിക്കലും അവൾക്ക് തള്ളിയാൻ പറ്റില്ല. ഇവള് ആദിലയുടെയും നൂറയുടെയും ബാണാക്ക് പിടിച്ചിട്ട് അനീഷേട്ടനെ പൊട്ടനാക്കാൻ വേണ്ടി കളിച്ച ഗെയിമാണത്. മനസ്സിലായി? അപ്പൊ അനീഷ് വ്യക്തമായിട്ട് ചോദിച്ചു, അന്നാ നമുക്ക് വിഭാഗം ചെയ്തുകൂടെ? ആ ഒരു വാക്കാണ് അവിടെ വന്നത്. ഇവിടെ യെസ് നോ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പെട്ടെന്ന് യെസ് പറയാൻ പറ്റില്ല, സ്വാഭാവികം. പക്ഷെ ഈ യെസ് അവൻ പറയിപ്പിക്കാൻ അത് ശരിയാണോ തെറ്റാണോ, ഇവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് അറിയാൻ വേണ്ടി അവൻ വിഭാഗം കഴിച്ചുകൂടാൻ ചോദിച്ചത്. ഇവളെല്ലാന്ന് പറഞ്ഞപ്പോൾ ആ ചാട്ടോടെ ക്ലോസായി. പിന്നെ പോയ വേട്ടാളിമാർ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ രഞ്ജിത്ത് മുൻഷി ചോദിച്ചു, അനുമോൾ അത് അവര് രണ്ടാളും തീർത്തു കഴിഞ്ഞു. പിന്നെ മൂന്നാമതൊരാൾ വന്നിട്ട് അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല. അനീഷ് അതോടുകൂടി നിർത്തി. പിന്നീട് അനീഷിന് മനസ്സിലായത് ഇത് അവളെ ഗെയിമാന്ന് മനസ്സിലായത്. അവ അതോടുകൂടി നിർത്തിയില്ലേ? പുറത്തു പോയ ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റിട്ട് ആർജി വിൻസി അതുപോലെ കുറെ ആൾക്കാര് ഇവിടെ മറ്റേ ശൈത്യ അട്ടപ്പ അവരൊക്കെ കൂടി അലമുണ്ടാക്കിയപ്പോ ബിഗ് ബോസിന്റെ കണ്ണില് കുരും വായലും പബ്ലിക്കായിരുന്നു. അവര് തേച്ച് മിനിച്ച് ഒഴിച്ചു കഴിഞ്ഞപ്പോ ബിഗ് ബോസ് അറിയിപ്പ് കൊടുത്തു. എന്താ കാര്യം? അതുകൊണ്ട് അനുമോൾക്ക് വോട്ട് കൂടിണ്ടാവും. ഒറ്റപ്പെടുത്തി അവള് പറഞ്ഞിട്ടില്ല അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ട് അറിയോ, നമ്മളത് ആദ്യം ചിന്തിക്കണം. ഈ 100 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങണമെന്നും പുറത്തിറങ്ങിയ ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കണം. അതിൻ്റെ ഉള്ളിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ഇത് ആര് വരുത്തിച്ചു? അവർ വരുത്തിച്ചില്ല. എന്നിട്ട് അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് കയറി വന്നിട്ട് അനുമോളെ അങ്ങോട്ട് തർപ്പണാക്കാന്നുള്ളതാണ്. ആ സമയത്ത് ബിഗ് ബോസിന് പറയായിരുന്നില്ലേ, നിങ്ങൾ പുറത്തോ കാര്യങ്ങളൊന്നും അകത്തൊന്നും പറയരുത്. എന്തുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞില്ല? എല്ലാം തേച്ച് മിനിച്ച് അടക്കി കഴിഞ്ഞപ്പോ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് അങ്ങനെ ചെയ്യണം പിടിച്ച് പുറത്താക്കും. എന്നിട്ട് ആരെ കണ്ണിൽ പോകുന്നുണ്ട്? ശൈത്യക്കൊന്നും വലിയ സന്തോഷമില്ലാന്നുണ്ട്. അനുമോൾക്ക് കപ്പ് കിട്ടിയാലൊന്നും വലിയ സന്തോഷം കണ്ടില്ല അവിടെ. ബാക്കിയുള്ളവരൊക്കെ കൈയടിച്ചു. ഷാൻവാസ് ശരിക്കും നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ വെച്ചാൽ 2ാം സ്ഥാനത്ത് ഷാൻവാസും ഫസ്റ്റ് അനീഷും വന്നേനെ. പക്ഷെ ഷാൻവാസിനെ എവിടെയോ പാളിപ്പോയി. അതാണ് ഉണ്ടായത്. ആദില എന്ന് പറയണ വിഷണം അവള് പുറത്തിറങ്ങിയിട്ട് എന്നിട്ട് നമ്പർ എഴുതി കൊടുത്തു. ഞാൻ പറയട്ടെ, ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരാളെ വാക്ക് കേട്ട് എന്നെ കുത്തുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ വിളിച്ച് പറഞ്ഞതാണ് ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല എന്നുണ്ട്. ഇനി എഴുതി കൊടുത്ത നമ്പർ അവൾ അച്ഛൻ്റെ ചേച്ചിയിലൊക്കെ അവൾ പറയുന്നു. അങ്ങനെ ഏത് നമ്പർ ആയാലും അത് അവൾ പ്രേക്ഷകൻ വേണ്ട. അക്ബറിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എന്നാൽ അവളോട് 100 അതിൽ കളിച്ചു. 100 കയ്യിലെ സാധനം ഉണ്ട്. നമുക്ക് വ്യക്തമായിട്ട് അവൾ ആ സാധനം എടുത്ത് പോകുന്നതൊക്കെ നമുക്ക് കാണാം. ഞങ്ങള് ബിഗ് ബോസ് സദാ ഇത് രാത്രി ഇരുന്ന് കാണുന്ന പരിപാടിയാണ്. ഞങ്ങൾ സീസൺ 1 തൊട്ട് 7 വരെ ഇപ്പൊ കണ്ടിട്ടുണ്ട്. ഇനി ഈ പരിപാടി കാണുന്ന പ്രശ്നമില്ല. ഇത്രയും വൃത്തികെട്ട ഷോ. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സീസൺ 7 അനീഷിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഇത് ഗെയിമല്ല. അവന്റെ അപ്പൻ ഒരു ഇതാണ്. അവൻ മരുന്ന് അവന്റെ അപ്പൻ ആയുർവേദത്തിലെ ഒരു ജോലിക്കാരനായിരുന്നു. അപ്പൊ അവന്റെ അപ്പന് വയ്യാത്ത ആ സമയത്ത് കൃത്യസമയത്ത് മരുന്ന് കൊടുക്കുക കൃത്യസമയത്ത്. പക്ഷെ അത് ആ കുട്ടി പഠിച്ചിട്ടുണ്ട്. നമ്മള് വീട്ടിൽ പഠിച്ച പാഠങ്ങളാണ് പുറത്തിറങ്ങിയാലും പഠിക്കുള്ളൂ. പിന്നെ ആദില 100 കളിച്ച് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം സ്വന്തം പിതാവിനെയും മാതാവിനെയും തള്ളിക്കളഞ്ഞ വ്യക്തികളാണ്. പിന്നെ ഇവർക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സാധാരണക്കാരന്റെ നെഞ്ഞത്ത് കയറാൻ എളുപ്പമാണ്. മനസ്സിലായ? ഇങ്ങനെ നന്നായി നെഞ്ഞത്ത് കയറുമ്പോ അവിടെ ബിഗ് ബോസ് ആ സമയത്തൊക്കെ കണ്ണടച്ചിരിക്കുന്നത്. ബിഗ് ബോസ് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ടതായിരുന്നു. ബിഗ് ബോസ് കണ്ട് ആസ്വദിക്കണം. പക്ഷെ ആ വസ്തുക്കളെ ക്യാമറ കറക്റ്റ് അല്ലാന്ന് തോന്നുന്നു ബിഗ് ബോസിന്റെ. അതുകൊണ്ടാണ്. അതായത് അനീഷും അനുമോളും ഷാൻവാസും എന്ത് അവിടെ കളിച്ചാലും അവിടെയൊക്കെ ക്യാമറ ഉണ്ടാവും. അവരുടെ പെങ്ങളുടെ മക്കൾ കളിക്കുമ്പോൾ അവിടെ നിന്ന് ക്യാമറ ഇല്ല ബിഗ് ബോസിന്. ഇത്ര നാണം കെട്ട നാറി കെട്ട ഒരു സീസൺ 7 ഇതിനൊക്കെ ശരിക്കും കറക്റ്റായിട്ട് നിർത്തണമെങ്കിൽ റോക്കി വരണം.
ഓക്കെ ഉണ്ടായ സൂപ്പർ ഒരെണ്ണം തന്തയ്ക്കും തള്ളക്കോ പെങ്ങന്മാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും പറയില്ല. അതാണ്. അതായത് ഇവര് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 6 മാസം ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. പിന്നെ അവര് തമ്മിലൊരു ചെറിയ ഇഷ്യൂ ഇതൊക്കെ ഉണ്ടായി. അവര് വേറെ പിരിഞ്ഞപ്പോ 4 കൊല്ലം 5 കൊല്ലം കൂടെ ആയിട്ടുണ്ട് ഇവര് ഡൈവേഴ്സ് ആയിട്ട്. അത്രയ്ക്ക് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അനുമോളോടുള്ള ഈ വിവാഹാഭ്യർത്ഥന ചെയ്തപ്പോ യൂട്യൂബ് ചാനലുകാര് ഇത് FIR ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യ ഭാര്യ എന്തിനാ രംഗത്ത് പറഞ്ഞ അനീഷ് വിവാഹം ചെയ്തിട്ടില്ല. ഇവള് വേറെ വിവാഹം ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവണ് വിവാഹം ചെയ്തു. അപ്പൊ കാഷ്വലി ഇങ്ങനെ ഒരു പരാതി എടുക്കുമ്പോൾ അതെടുത്ത് പൊന്തിച്ചു കൊടുന്ന് ഇങ്ങനെ ഒരു കരിവാരിത്തേക്കൽ ചെയ്യാം എന്നാണ് എനിക്ക് ആയിരിക്കാം. അല്ലാണ്ട് ഇപ്പൊ അവരുടെ വീട്ടുകാരെ എന്തായാലും ഭാര്യ വീട്ടുകാരൊന്നും ഇതിന് മുതിരൊന്നും തോന്നുന്നില്ലേ. ഇത് യൂട്യൂബ് ചാനലുകാരെ എവിടെയെങ്കിലും പോയി തപ്പി പിടിച്ച് കൊടുന്ന് ഇപ്പൊ അവർക്ക് ചാനലുകാർക്ക് എന്തെങ്കിലും ഒരു വിഷയം വേണ്ട. അതിന് വേണ്ടി ചെയ്തൊരു ഇതാണ്. ഇവന് കുട്ടികളും ഇല്ല. ഏതൊരു ചാനലിൽ ഒരാൾ പറഞ്ഞു അവന് കുട്ടികളുണ്ട്. ഇതേവരെയും കുട്ടികളുടെ കാര്യം പറഞ്ഞു. കുട്ടികളൊന്നുമില്ല. അവൻ 6 മാസം നിന്നിട്ടുള്ളൂ. മനസ്സിലായ 6 മാസമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് ഡിവേഴ്സിന്റെ ഇവിടൊക്കെ ആയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അറിഞ്ഞതും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് കുട്ടിയും പട്ടിയും മറ്റൊന്നുമില്ല. അപ്പൊ ഈ ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവല്ലോ. അതേ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകാർ പോയിട്ട് അത് പൊക്കി കൊടുന്ന് ആദിവാര്യ രംഗത്ത് അവിടെ ഒരു ആദിവാര്യയുടെ അച്ഛനോ അമ്മയോ ആദിവാര്യ അവിടെ ഒന്നും വിമർശിക്കാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലുകാർ അനീഷിനെ വിമർശിക്കുക ആദിവാര്യോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ ഒന്നും അവരൊന്നും ഇതിൽ വലിച്ചടക്കേണ്ട കാര്യമില്ല. ഇത് ഏതോ ഒരു ചാനലുകാർ പോയിട്ട് അവിടെ പോയിട്ട് തപ്പി കൊടുക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടതാണത്. അത്രയ്ക്കേ അത് പറയുള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി അനീഷിന് ഏതെങ്കിലും ഒരു കോണില് അവനെ മനസ്സിലാക്കി അവൻ ഇന്നതാണ്, അവനൊരു സാധാരണക്കാരനാണ്, അതോടുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി അനീഷിന് കിട്ടട്ടെ. അത് തേടി വരും അവൻ എന്താണെന്നും അവന്റെ കുടുംബക്കാരും അപ്പനോ അമ്മയോ അനിയനോ ഒക്കെ സാധാ മനുഷ്യന്മാരാ. മനസ്സിലായി. അല്ലാണ്ട് വലിയ ഏറിയതല്ല. പിന്നെ എത്ര വലിയ മനുഷ്യരായാലും എല്ലാം തികഞ്ഞൊരു മനുഷ്യ ലോകത്തിലുണ്ടാവില്ല. കുറച്ചൊക്കെ തട്ടിലും മുട്ടിലൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഏത് പെൺകുട്ടിയായാലും നല്ലൊരു ഇതുണ്ടാവും, ഉറപ്പണത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയ പ്രഖ്യാപനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ നിരാശരായത് കോമണർ ടാഗിൽ ഇത്തവണ മത്സരിച്ച അനീഷ് വിജയിയായില്ല എന്നതുകൊണ്ടാണ്. അനുമോളാണ് കപ്പ് ഉയർത്തിയത്. PR-ന് ലക്ഷ്യങ്ങൾ നൽകിയാൽ അനുമോൾ എന്നല്ല ആർക്കും കപ്പ് നേടാൻ കഴിയുമെന്ന് പ്രേക്ഷക പ്രതികരണങ്ങൾ വന്നിരുന്നു. ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം പാർട്ടിയും കഴിഞ്ഞ് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു പോകുന്ന താരങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടുതലും നോക്കുന്നത് നമ്മുടെ അനീഷിന് തന്നെയാണ്. സാധാരണക്കാരനായിട്ട് എത്തിയ കോമണർ എന്ന ഒരു ലേബലിൽ തന്നെ എത്തി ബിഗ് ബോസിന്റെ കിരീട അവകാശി തന്നെയായി മാറിയ ഒരു വ്യക്തി അവസാനത്തെ 3 ദിവസത്തെ എല്ലാവരുടെ ഓവർ കെയറിങ്ങും അതുപോലെ ഓവർ ആയിട്ടുള്ള അനുവിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അനുവിന് വോട്ട് കൂടുന്നതും അനീഷിന് വോട്ട് കുറയാനുള്ള കാരണം. രണ്ടുപേരുടെ വോട്ട് ഏകദേശം ഒരുപോലെ, അതായത് ഒരേ ലെവലിൽ പോകുമ്പോഴായിരുന്നു അനീഷിന്റെ ജയം ഉറപ്പിച്ചിരിക്കുമ്പോഴായിരുന്നു അനുവിന് എതിരെയായിട്ടുള്ള ആ പ്ലാനുകളുമായിട്ട് പുറത്തുള്ളവർ വന്നതും. പക്ഷെ അത് അനുവിന് അനുകൂലമായി മാറുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 7 അധ്യായങ്ങൾ പിന്നിടുന്ന ബിഗ് ബോസിന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമാനതകളില്ലാതെ പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥി തന്നെയാണ് കോമണറായി വന്ന അനീഷ്. കോമണറായി എത്തി ഫസ്റ്റ് റണ്ണറപ്പായി മടങ്ങുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ജേതാവാകാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പ്രധാന നേട്ടം. അനുമോൾ കപ്പുയർത്തി മണിക്കൂറുകൾ കഴിയുമ്പോഴും ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അനീഷിന് വേണ്ടിയിട്ടുള്ള വാദങ്ങൾ തന്നെയാണ് തുടർന്നത്. അതുപോലെ തന്നെ അനീഷിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയതിലൂടെ പരിപാടിയുടെ ക്രെഡിബിലിറ്റി തന്നെയാണ് ഇല്ലാതാക്കുന്നത് എന്നാണ് ഭൂരിഭാഗം പേരും പറഞ്ഞത്. സർക്കാർ ജോലി ലീവ് എടുത്തത് തയ്യാറെടുപ്പ് നടത്തിയ വേറിട്ട വഴിയിലൂടെ ബിഗ് ബോസിൽ നടന്നെത്തിയ വ്യക്തിയാണ് അനീഷ്. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ആദ്യമായിട്ട് ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്യുന്ന കോമണർ എന്ന ആ ഒരു റെക്കോർഡ് അനീഷ് സ്വന്തമാക്കി കഴിഞ്ഞു. തന്റെ സ്വപ്നത്തിന് വേണ്ടി ജോലി ഉപേക്ഷിച്ചെത്തിയ ഈ ഒരു പോരാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു അധ്യായമാണ് ഈ സീസണിൽ സമ്മാനിച്ചത്. സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് അനീഷ് മൈജി ഫ്യൂച്ചർ കോൺടെസ്റ്റിലൂടെ മത്സരത്തിൽ വിജയിയായത്. അനീഷ് ബിഗ് ബോസിലേക്കും എത്തിയത് അങ്ങനെ തന്നെയാണ്. മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് വിഭിന്നമായി ശാരീരികമായും മാനസികമായിട്ട് ഒരുങ്ങിയായിരുന്നു അനീഷിന്റെ വരവ്. തൃശൂർ കോടന്നൂർ സ്വദേശിയായിട്ടുള്ള അനീഷ് ബാങ്കിൽ ജോലിയുണ്ടായിരുന്നു. പിന്നീട് സർക്കാർ സർവീസിൽ എത്തിയ അനീഷ് 5 വർഷം ലീവ് എടുത്ത് ബിഗ് ബോസ് തയ്യാറെടുക്കുകയായിരുന്നു. പുരുഷന്മാരെ മാറ്റി നിർത്തുന്നത് അഡ്രസ് ചെയ്യപ്പെട്ട വിഷയമാണെന്നും അത് ബിഗ് ബോസിൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാണ് അനീഷ് തന്റെ ഗെയിമുകൾ ആരംഭിച്ചത്. എഴുത്തുകാരൻ കൂടിയായ അനീഷ് എന്നേരം തുഴഞ്ഞു എന്നുള്ള പുസ്തകവും എഴുതിയിട്ടുണ്ട്. എഴുത്തിലും സംസാരത്തിലും അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്തുണ്ടായിരുന്നു. കൂട്ടുകൂടും, പക്ഷേ നിലപാടിൽ മാറ്റമില്ല എന്ന് തെളിയിച്ച ഒരേ ഒരു വ്യക്തി കൂടിയാണ് അനീഷ് എന്നുകൂടി അദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറയാൻ സാധിക്കും. അവസാനമായിട്ട് എല്ലാവരും അനീഷിനെ കുറിച്ച് നോക്കിയത് അനീഷ് അനുവിനോട് പ്രണയ അഭ്യർത്ഥന നടത്തിയത് തന്നെയാണ്. അത് പുറത്തിറങ്ങിയിട്ട് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി അനീഷ് വ്യക്തമാക്കണം. അതൊരു സ്ട്രാറ്റജി ആണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതും അനുവിനെ സപ്പോർട്ടായിട്ടാണ് പിന്നീട് മാറിയത്.
അനീഷിന് പിന്തുണയായിട്ട് ആരും വന്നില്ല. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെ അനീഷ് ചെയ്യാൻ ശ്രമിച്ചോ, എന്നാൽ അതൊക്കെ മറികടന്നു പോകാനുള്ള നിലയിലായി പിന്നീടുള്ള കാര്യങ്ങളെല്ലാം.